നമസ്കാരം. ഞാൻ കെ റിയാസ്, തിരൂർ മുനിസിപ്പാലിറ്റിയിലെ 25-ാം വാർഡ് ഏഴൂർ വെസ്റ്റ് വാർഡിൽ നിന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാണ്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ എൻ്റെ പേര് 6ാമതായിരുന്നു. ഞങ്ങൾ 6 സ്ഥാനാർത്ഥികൾ ഞങ്ങളെ വാർഡിലുണ്ട്. അതിൽ CPMൻ്റെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, BJP മുന്നണിയുടെ സ്ഥാനാർത്ഥിയുണ്ട്, അതേപോലെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ കെ റിയാസ് ഉണ്ട്. അതിന് പുറമെ റിയാസ് എന്ന 3 അപരന്മാരും കൂടിയുണ്ട്. അങ്ങനെ ആ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ എൻ്റെ പേര് 24-ാം തീയതി രാത്രി കിട്ടിയ പേര് കെ റിയാസ് 6ാമതായിട്ടാണ്. അപ്പോൾ ഈ ലിസ്റ്റ് ഞങ്ങൾ കയ്യിൽ കിട്ടിയതോടുകൂടി ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ പ്രചരണങ്ങൾ തുടങ്ങി. കാരണം അപരന്മാരും കൂടി ഉണ്ടായതുകൊണ്ട് ജനങ്ങളിലേക്ക് ഇത് വ്യക്തമായിട്ട് എത്തിക്കണം എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ നാട്ടുകാരോടും നമ്മളെ പ്രവർത്തകരോടൊക്കെ എന്തു പറഞ്ഞു, ലാസ്റ്റത്തെയാണ് ചിഹ്നം എന്നുള്ള എല്ലാവരിലേക്കും എത്തിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് യോഗത്തിൽ പറയുകയും ചെയ്തു. കഴിഞ്ഞ അടുത്ത ദിവസം യോഗം കഴിഞ്ഞ് രാവിലെ ഒരു ഉച്ച സമയത്ത് ഇത് ഈ നിൽക്കുന്ന CV വിമൽകുമാർ, ഞങ്ങൾ യോഗത്തിൽ അന്ന് പങ്കെടുത്താണ്, UDFന്റെ അവിടുത്തെ നേതാവാണ്, ചെയർമാനാണ്, UDFന്റെ ചെയർമാനാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് റിയാസജി എവിടെ നോക്കിയിട്ടാണ് ഈ 6 പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ സുഹൃത്ത് നമ്മളോട് പറഞ്ഞതാണ് ഈ 6ആണെന്നുള്ളത്. അപ്പോൾ എവിടെ നോക്കിയിട്ടാണ് പറഞ്ഞത്? അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ ഫ്രണ്ട് പറഞ്ഞാണല്ലോ, അവൻ നോക്കിയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞാണല്ലോ എന്ന്. എന്നാൽ ഈ 6അല്ല, ഈ 4ആണെന്നുള്ളതാണ്. അതിൽ നിന്നാണ് ഞങ്ങളിതിലേക്കൊരു അന്വേഷണം പോയത്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു, എന്നോട് പറഞ്ഞ സുഹൃത്തിനെ വിളിച്ചപ്പോൾ അവനെന്നോട് പറഞ്ഞത്, നീ ഭാഗ്യമുണ്ട്, സംഭവം അപരന്മാരാണെങ്കിലും ലാസ്റ്റ് വന്നതുകൊണ്ട് നാട്ടുകാർക്ക് എന്ത് ചെയ്യണ്ടാവില്ല, വോട്ടർമാർക്ക് കൺഫ്യൂഷൻ ആവില്ല, ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലടാ എൻ്റെ കയ്യിലുള്ള ലിസ്റ്റിൽ 4ആണല്ലോ കാണുന്നത്. പിന്നെ ഞാനും അവനും കൂടി തമാശ രൂപേണ വാക്കുതർക്കത്തിൽ അവൻ ആ സാധനം എൻ്റെ കൈക്ക് തന്നപ്പോഴാണ് ഇതിലുള്ള ഏറ്റവും വലിയ ഒരു തട്ടിപ്പ് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള 2 പ്രിൻ്റ് ഉണ്ട്. ആദ്യം അജ്മൽ E, അതുപോലെ അത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസ് ഓഫ് ദി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇറിഗേഷൻ ഡിവിഷനിലെ വരണാധികാരിയായിട്ടുള്ള അജ്മൽ E ആൾ ഒപ്പിട്ടത് ആദ്യം എൻ്റെ പേര് 6ാമതാണ്. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച മുതൽ നമ്മളെ കയ്യിൽ കിട്ടിയ സാധനത്തിൻ്റെ എൻ്റെ പേര് 4ാമതാണ്. പിന്നെ ഇത് സംശയത്തിനിട വരാൻ കാരണം, അപ്പോൾ ഞങ്ങളിതിങ്ങനെ കമ്മിറ്റി കൂടി ചർച്ച ചെയ്തപ്പോൾ അതിൽ നിന്ന് നമ്മളോട് സഹപ്രവർത്തകർ പറഞ്ഞു, കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റിയിൽ ഒരു ഇടതുപക്ഷ കൗൺസിലർ, CPMൻ്റെ കൗൺസിലർ റിയാസിനെ പൂട്ടാനുള്ള എല്ലാ കളികളും ഞങ്ങൾ കളിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് അവർ നോർമൽ ടോക്കിൽ പറഞ്ഞതാണ്. അത് എത്രമാത്രം സത്യം എന്നുള്ളതല്ല, അങ്ങനെ ഒരു സംസാരം നമ്മളെ ഫ്രണ്ടിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മനസ്സിലായത്. രാത്രി 10:15 നമ്മുടെ കയ്യിൽ കിട്ടിയ സാധനത്തിന്, 24-ാം തീയതി രാത്രി 10:15 നമ്മുടെ കയ്യിൽ കിട്ടിയ പ്രിന്റിൽ 6ാമതും, അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ നമ്മുടെ കയ്യിൽ കിട്ടിയ സാധനത്തിന് 4ാമതും. ഇതിൻ്റെ ലിസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എൻ്റെ പേര് ഏറ്റവും അവസാനമായതുകൊണ്ട് അപരശല്യം ഒരു പരിധിവരെ നാട്ടുകാരോട് നമുക്ക് എന്തു പറയാം, ഏറ്റവും അവസാനത്തതാണ് ചിഹ്നം എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് അത് ബോധ്യപ്പെടും. നേരെ തിരിച്ച് 4ൽ വന്നത് കെ റിയാസ് എന്ന എൻ്റെ പേരിന് മുകളിൽ മുഹമ്മദ് റിയാസ് എന്നൊരു അബനും, കെ റിയാസ് എന്ന എൻ്റെ പേരിന് താഴെ റിയാസും റിയാസ് കുഴുപ്പയിലും എന്ന 2 അപരന്മാരുണ്ട്. ഇത് അങ്ങേയറ്റം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ളതായിട്ട് ഞങ്ങൾ കരുതുന്നു. ഞങ്ങളിപ്പോൾ കളക്ടറെ കണ്ട് ഏകദേശം അരമണിക്കൂറോളം കളക്ടറെ ഇരുന്ന് സംസാരിച്ചു. ഒരു വ്യക്തമായ ഉത്തരം കളക്ടർ സാറിനും നമുക്ക് തരാൻ പറഞ്ഞിട്ടില്ല. കളക്ടർ സാറ് പറഞ്ഞത് ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം വരണാധികാരിക്കാണ്, പിന്നെ ഇത് അന്വേഷിക്കാം. പിന്നെ ഈ സംസാരത്തിനിടയിൽ ആദ്യം പറഞ്ഞത് മലയാളത്തിലെ ആൽഫബറ്റ് നോക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആൽഫബറ്റ് നോക്കുകയാണെങ്കിൽ ഫോം 4 അഥവാ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ നമ്മളെ പേര്, ആ ഫോം 4ൽ ഈ റിയാസുമാരൊക്കെ റിയാസാണ്. 3 റിയാസ് എന്തായാലും വെറും റിയാസാണ്. പിന്നെ ഫോം 6ക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മൾ ബാലറ്റിൽ എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കും. അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ ഞാൻ കെ റിയാസാണ്. ഇത് 2 അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിലും ഞാൻ ഒരിക്കലും 4ാമത് എത്താൻ പറ്റില്ല, സാധ്യതയില്ല. അപ്പോൾ പിന്നെ അവർ പറഞ്ഞത് എൻ്റെ വീട്ടഡ്രസ്സാണ്. ഇതിലവർ പറഞ്ഞത് ഒന്ന് കിഴക്കുംപാട്ടും കിഴക്കാംകുന്നത്തും. അങ്ങനെയാണെങ്കിലും കിഴക്കാംകുന്നത്താണ് ആദ്യം വരേണ്ടത്. കാം കഴിഞ്ഞിട്ടാണ് കൂ വരുന്നത്. അറിയാലോ, ഊ ആണ് കൂ, ആമാണ് കേക്കാം. അപ്പോൾ അതും ഇതിൽ വലിയൊരു എന്താ പറയുക തട്ടിപ്പ് ഇതിൽ നടന്നിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഇതിന് മേലെ ഉണ്ട് എന്നുള്ളതും നേരത്തെ നമ്മുടെ സുഹൃത്ത് തമാശ രൂപേണ പറഞ്ഞ വർത്തമാനം ഇതൊക്കെ നോക്കുമ്പോൾ ഇത് സത്യമാണോ എന്ന് പോലും ഞങ്ങൾ
സുഹൃത്തിനോട് പറഞ്ഞ ഇടതുപക്ഷ കൗൺസിലർ പറഞ്ഞ സംസാരം ഇത് സത്യമാണോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ഞങ്ങൾ വരണാധികാരിയെ വിളിച്ചപ്പോൾ വരണാധികാരി ആദ്യം പറഞ്ഞത് എൻ്റെ അടുത്തേക്ക് ഒരാളെ വിടാം എന്നാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത് പറഞ്ഞത് വരണാധികാരി ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് വിളിക്കാനാണ്. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറിൻ്റെ അടുത്തായി ഇതേപോലെ ഇതുവരെ വരണാധികാരി നമ്മളെ ബന്ധപ്പെട്ടിട്ടില്ല. ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ വീണ്ടും ഇത് പറയുന്നത്, ഇതൊരു തിരൂർ അട്ടിമറി നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല, തിരൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു 25-ാം വാർഡ് 3 അപരന്മാർ, എല്ലാ സോഴ്സുകളും നിയമസഭാ ഇലക്ഷനൊക്കെ ഇപ്പോൾ ഇത്തരത്തിലാണെങ്കിൽ എത്ര മണ്ഡലങ്ങൾ ഇത്തരം കള്ളത്തരങ്ങളിലൂടെ അത് മട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പോലും നമ്മൾ സംശയിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇലക്ഷനിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു ക്രമക്കേട് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കിന്റെ പേര് പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഞങ്ങൾ ഒപ്പിട്ട് സീല് ചെയ്ത, ഭരണാധികാരി ഒപ്പിട്ട് സീല് ചെയ്ത ഞങ്ങളുടെ കൈ കിട്ടിയ സാധനമാണ് രാവിലെ ആകുമ്പോഴത്തേന് മാറുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഇത് നിയമപഠനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. കളക്ടർ അന്വേഷണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായാലും ഹൈക്കോടതിയിൽ പോവും. പിന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കും. ഞങ്ങളെ പ്രധാനപ്പെട്ടത് അതാണ്. കാരണം അപരന്മാരെ വെക്കൽ അത് അവരെ ഇഷ്ടമാണ്. അത് നമുക്ക് അതിലൊന്നും പറയാനില്ല. ജനാധിപത്യ രീതിയിൽ ആർക്കും മത്സരിക്കാം. ചിലപ്പോൾ സെയിം പേരുള്ളവരൊക്കെ വരും. അതൊന്നും നമ്മൾ തള്ളി പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കുന്ന രൂപത്തിലേക്കുള്ള ഇലക്ഷൻ സംവിധാനത്തെ തകിടം മറിക്കുന്ന രൂപത്തിലേക്കുള്ള ഈ നടപടികളുമായിട്ട് ഞങ്ങൾ ഒരാളെയും പോകാൻ അനുവദിക്കില്ല. അതിനായിട്ട് മുന്നോട്ട് തന്നെ ഞങ്ങൾ പോകും.